തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറയിൽ അവസാന നിമിഷവും പൂജ. നാളെ കല്ലറ തുറക്കാനിരിക്കെ മകൻ സമാധിയിൽ പൂജ നടത്തി. പോലീസ് നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ടായിരുന്നു പൂജ. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, നാളെ ഈ കല്ലറ തുറക്കാനുള്ള നീക്കം ഒരു ഭാഗത്തുണ്ടാവുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രതിഷേധമൊക്കെ നമുക്കറിയാം. എന്താണ് ഒടുവിലായി സംഭവിക്കുന്നത്? രജിത്ത്, കല്ലറ തുറക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു കഴിഞ്ഞു. കോടതിയുടെ നിർദ്ദേശം കൂടിയുള്ള സാഹചര്യത്തിലാണ് കല്ലറ നാളെ തുറന്ന് പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തത്. അതെങ്ങനെ വേണമെന്നുള്ള കൂടിയാലോചനകൾ നടക്കുന്നതിനിടെയാണ് ഇന്ന് ഏകദേശം 10 മണിയോടുകൂടി നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ രാജസേനൻ നേരിട്ടെത്തി ഈ കല്ലറയിൽ പൂജ നടത്തിയത്. പോലീസ് നേരത്തെ തന്നെ ഈ സ്ഥലത്തേക്ക് ഒരു സുരക്ഷാ വലയവും ക്രോസ് റിബണും കെട്ടിയിരുന്നു. ഇവയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇളയ മകൻ പൂജ നടത്തിയത്. ഏകദേശം 10 മിനിറ്റോളം പൂജ നീണ്ടുനിന്നു. അവിടെ പോലീസും മറ്റു നാട്ടുകാരുമെല്ലാം മാറിയിരുന്നു. ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്താണ് പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തം നിലയിൽ പൂജാ നടപടികളുമായി മുന്നോട്ട് പോയത്. എന്തായാലും നാളെ രാവിലെ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനാണ് അല്പം മുൻപ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. ഏത് രീതിയിൽ ഈ സമാധിത്തറ പൊളിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചർച്ച നടക്കുന്നേ ഉള്ളൂ. എങ്കിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും തീരുമാനമായിട്ടുണ്ട്. രജിത്ത്, ശരി. നാളെ കല്ലറ തുറക്കാനിരിക്കെ ഈ അവസാന നിമിഷവും അവിടെ ആ കല്ലറയിൽ മകന്റെ പൂജ നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.